കേരളത്തിലെ അപകടകരമായ ഒരു വനപാതയിലൂടെ യാത്ര ചെയ്ത് അച്ചൻകോവിൽ ചെന്ന് അച്ചൻകോവിൽ നിന്നും കുംഭാവുരുട്ടി വാട്ടർഫാൾസും കണ്ട് മേക്കരയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കോന്നി അച്ചൻകോവിൽ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. അപകടകരമായ ഒരു വനപാതയാണ്. കോന്നിയിൽ നിന്നും അച്ചൻകോവിൽ വഴി മേക്കരയ്ക്കുള്ള ദൂരം 57 കിലോമീറ്ററാണ്. കോന്നി വഴി മേക്കരയിലേക്ക് പോകുമ്പോൾ 2 ചെക്ക് പോസ്റ്റ് കടന്നു വേണം പോകാൻ. ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ഞാറക്കാട് ചെക്ക് പോസ്റ്റാണ്. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് അച്ചൻകോവിൽ കഴിഞ്ഞ് കോട്ടവാസൽ ചെക്ക് പോസ്റ്റാണ്. ഈ കാണുന്നതാണ് ഞാറക്കാട് ചെക്ക് പോസ്റ്റ്. ഈ വഴി പോകുമ്പോഴാണ് പ്രശസ്തമായ കല്ലേലിൽ അപ്പൂപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത്. കോന്നിയിൽ നിന്ന് KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഈ റോഡിൻ്റെ അരികത്ത് തന്നെയാണ് കല്ലേലിൽ അപ്പൂപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ വഴി കൂടെ അച്ചൻകോവിൽ മാത്രമല്ല പോകാൻ കഴിയുന്നത്, കക്കാത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ റോഡ് പ്രധാനമായും ചെല്ലുന്നത്. ഇപ്പോൾ സമയം രാവിലെ 8 മണിയാണ്. ചെറിയ ചാറ്റൽ മഴയും നല്ല രീതിയിൽ മഞ്ഞുമുണ്ട്. കല്ലേലിപ്പാലം കഴിഞ്ഞാണ് കക്കാത്തോട് പോകുന്നത്. കല്ലേലിപ്പാലം കയറാതെ സ്ട്രെയിറ്റായിട്ട് കിടക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ അച്ചൻകോവിലേക്ക് പോകുന്നത്. അച്ചൻകോവിൽ ആറിൻ്റെ കുറുകെയുള്ള കല്ലേലിൽ പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയാണ് നമ്മൾ അപകടകരമായ വനത്തിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നത്. നിരവധി ആനകളും കാട്ടുപോത്തുകളും നിറഞ്ഞ ഒരു കാനനപാതയാണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് വാഹനങ്ങൾ ഈ വഴി പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഒരു വാഹനങ്ങളും ഈ വഴി പോയിട്ടില്ല. ഈ വഴിയിലൂടെ എല്ലാ വാഹനങ്ങൾക്കും പോകാൻ കഴിയില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ജീപ്പ് അതുപോലത്തെ വാഹനങ്ങൾക്കും പിന്നെ 2 വീലറിന് മാത്രമേ ഈ വഴി പോകാൻ സാധിക്കുകയുള്ളൂ. 2 വീലറിൽ പോകുന്ന തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് പോവാതിരിക്കുക. 2-3 പേരായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വഴിയിടങ്ങളിൽ ചിലപ്പോൾ ആനകൾ കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 8:30 ആയിട്ടുണ്ട്. ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇന്ധനമുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ വഴി പോയി കഴിഞ്ഞാൽ ചെങ്കോട്ടയിലേ ഉള്ളൂ പെട്രോൾ പമ്പ്, അതാരും മറക്കാതിരിക്കുക. ATM കൗണ്ടർ അച്ചൻകോവിൽ ഉണ്ടെങ്കിൽ തന്നെയും അത്യാവശ്യത്തിന് ക്യാഷ് കരുതേണ്ടതാണ്. പലയിടങ്ങളിലും റേഞ്ച് ഇല്ല. പോകുന്ന വഴിയിൽ ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടു. ഈ വഴി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാൻ. ഇതുവരെയായിട്ട് ഒരു വാഹനവും കണ്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു ജീപ്പ് പാസ് ചെയ്ത് പോയത്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഈ വഴി കൂടെ 2 വീലറും ജീപ്പിനും മാത്രമേ പോകാൻ സാധിക്കൂ എന്ന്.
ചാലേലി പാലത്തിൻ്റെ അവിടെ നിന്ന് ആരംഭിച്ച ഈ റോഡ് വന്ന് ചേരുന്നത് പുനലൂർ അലിമുക്ക് അച്ചൻകോവിൽ പോകുന്ന വഴിയിലാണ്. ഈ കാണുന്നതാണ് പുനലൂർ അലിമുക്ക് വഴി അച്ചൻകോവിൽ പോകുന്ന റോഡ്. ഈ സ്ഥലത്തിൻ്റെ പേര് ചെമ്പനരുവി എന്നാണ്. അച്ചൻകോവിലെത്താൻ പ്രധാനമായും 2 വഴികളാണുള്ളത്. ഒന്ന് പുനലൂർ അലിമുക്ക് വഴി അച്ചൻകോവിലെത്താം, നമ്മളിപ്പോൾ പാസ് ചെയ്തു പോകുന്ന ആ വഴിയാണ്. രണ്ടാമത്തെ വഴി പുനലൂർ തെന്മല ആര്യങ്കാവ് വഴി തമിഴ്നാട് കയറി ചെങ്കോട്ട വഴി മേക്കര വഴി അച്ചൻകോവിലെത്താം. ഈ പറഞ്ഞ 2 വഴിയിലൂടെയും പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് ഉള്ളതാണ്. അച്ചൻകോവിൽ നിന്നും പുനലൂരേക്കുള്ള ബസ്സാണ് ഈ പോകുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് അച്ചൻകോവിൽ എന്ന ഗ്രാമത്തിലേക്ക് എത്തി. പത്തനാപുരം താലൂക്കിലാണ് അച്ചൻകോവിൽ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കോന്നി ഡിവിഷൻ. ഇവിടുത്തെ ബ്ലോക്ക് അഞ്ചൽ ബ്ലോക്കാണ്. ഗ്രാമപഞ്ചായത്ത് ആര്യങ്കാവ്. ഇവിടുത്തെ ഏക ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ അയ്യപ്പ ക്ഷേത്രം തന്നെയാണ്. അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ കിടക്കുന്ന ബസ് പുനലൂരേക്ക് പോകുന്ന ബസ്സാണ്, ചെങ്കോട്ട വഴി. നമ്മൾ മുൻപ് കണ്ടത് മുള്ളുമല അലിമുക്ക് വഴി പോകുന്ന ബസ്സാണ് കണ്ടത്. കേരളത്തിൽ നിരവധി അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും 5 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് കുളത്തുപുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല, കാന്തമല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അച്ചൻകോവിലാണ്. പാമ്പ് കടിച്ചാൽ ചികിത്സിക്കുന്ന ക്ഷേത്രവും ശബരിമല കഴിഞ്ഞാൽ 18 പടികളുള്ള ക്ഷേത്രവും അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ഇനി നമ്മൾ പോകുന്നത് കുംഭാവുരുട്ടി വാട്ടർഫാൾസിലേക്കാണ്. കുംഭാവുരുട്ടി വാട്ടർഫാൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ വാഹനങ്ങൾക്കും ടിക്കറ്റ് എടുക്കണം. ഈ റോഡ് സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ സമയവും വാഹനങ്ങളുടെ നിരക്കും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ബോർഡിൽ വാഹനങ്ങളുടെ മാത്രം ചാർജ് അല്ല, മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് ചാർജ്. നമ്മളെടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ച ശേഷമാണ് അകത്തോട്ട് കയറ്റി വിടുത്തുള്ളൂ. ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. പക്ഷേ മലയാളികൾ വളരെ കുറവാണ്. കൂടുതൽ പേരും തമിഴ്നാട്ടുകാരാണ്. കാരണം തമിഴ്നാടാണ് തൊട്ടടുത്ത് കിടക്കുന്നത്. ഒരുപാട് നടക്കേണ്ടി വന്നില്ല. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു ഗംഭീര വാട്ടർഫാൾസാണ്. കൊല്ലം ജില്ലയിൽ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ വാട്ടർഫാൾസാണ് കുംഭാവുരുട്ടി വാട്ടർഫാൾസ്. 1ാമത്തത് പാലരുവി വാട്ടർഫാൾസാണ്. കുംഭാവുരുട്ടി വാട്ടർഫാൾസും കണ്ടിട്ട് നമ്മൾ ഇനി പോകുന്നത് മനോഹരമായ ഒരിടത്തേക്കാണ്, മേക്കര.
ഈ വീഡിയോ അവസാനിക്കുന്നത് മേക്കരയിലാണ്. നല്ല രീതിയിൽ കോടമഞ്ഞ് കാരണം കോട്ടവാസൽ ചെക്ക് പോസ്റ്റ് കാണിക്കാൻ പറ്റിയില്ല. ക്യാമറ വീണ്ടും തുടച്ച ശേഷമാണ് യാത്ര ആരംഭിച്ചത്. ഒരുപാട് തവണ ഈ വഴി ഞാൻ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മൂടൽമഞ്ഞ് ഞാൻ കാണുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇങ്ങനൊരു മൂടൽമഞ്ഞ്. അങ്ങനെ മഞ്ഞിൻ്റെ ലോകത്തു നിന്നും നമ്മൾ ചുരമിറങ്ങി മേക്കര എന്ന് പറയുന്ന അടിപൊളി മനോഹരമായ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നെൽപ്പാടങ്ങൾ കൊണ്ട് വശ്യസുന്ദരമായ ഒരു സ്ഥലമാണ് മേക്കര. കൊല്ലത്തിൻ്റെ കൊല്ലങ്കോട് എന്നറിയപ്പെടുന്ന മേക്കരയാണ്. ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യാത്രകളൊന്നും അവസാനിക്കുന്നില്ല. അടുത്ത യാത്രയിൽ നമുക്ക് കാണാം.